ഹലോ, ദ്രോണക്കുട്ടൻ എൻ്റെ ഈ കയ്യും പിടിച്ച് വലിച്ചുകൊണ്ട് പോകുന്നത് നെസ്റ്റോയിലോട്ടാണ് കേട്ടോ. ഇപ്പോൾ രാത്രി ഒരു 9 മണിയൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ എന്തെങ്കിലും ഫിഷോ ചിക്കനോ എന്തെങ്കിലും വാങ്ങിക്കാമെന്ന് പറഞ്ഞ് നെസ്റ്റോയിലോട്ട് ഇറങ്ങിയതാണ്. അപ്പോൾ കുഞ്ഞ് കിഷോറിനെ എൻ്റെ കയ്യിലുണ്ട്, അവർ ഫ്രണ്ടിൽ പോകുന്നുണ്ട്. അപ്പോൾ ഒരു കുഞ്ഞ് ചെറിയ വീഡിയോ ഒക്കെ എടുത്ത് ഞാനും ദ്രോണക്കുട്ടനും പുറകെ പോവാണ്. ഈ ഒരു സമയത്തും യു എയിൽ ഇപ്പോൾ തന്നെ നല്ല ചൂടുള്ള കാലാവസ്ഥയാണ്. അപ്പോൾ ഈ ഒരു 9 മണി ആ ഒരു ടൈമൊക്കെ ആയപ്പോഴും നല്ല ചൂടുണ്ടായിരുന്നു കേട്ടോ. എന്നാലും വൈകിട്ട് ഇങ്ങനെ ഇവൻ്റെ സംസാരവും കേട്ട് ഇങ്ങനെ നടന്നുകൊണ്ട് പോകാൻ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. പിന്നെ കുഞ്ഞുമായിട്ട് പോകുന്നതുകൊണ്ട് നമുക്ക് അധിക നേരം നമുക്ക് ഈ മോളിൽ സ്പെൻഡ് ചെയ്യാൻ പറ്റില്ല. എന്തിനാണോ പോയത് അത് വാങ്ങിക്കുക, തിരിച്ചു വരിക എന്ന് മാത്രമുള്ള ഒരു ഉദ്ദേശത്തിലാണ് പോകുന്നത്. അപ്പോൾ ഇതാണ്ട് നമ്മുടെ ഓപ്പോസിറ്റ് സൈഡിൽ സഹാറ സെൻറ്ററാണ് കേട്ടോ. അത് ഞാൻ എൻ്റെ ഒരു നേരത്തെ ഒരു വ്ളോഗിൽ ഞാൻ കാണിച്ചിട്ടുണ്ട്. സഹാറ സെൻറ്റർ ഇതാ എൻട്രൻസ് എത്തി. ഇനി നമ്മൾ നേരെ അകത്തേക്ക് കയറുവാണ്. കയറി ചെല്ലുമ്പോൾ ഈ ഒരു ലെഫ്റ്റും റൈറ്റും ഒക്കെ ഭീമ ജ്വല്ലറി ഉണ്ട്, നക്ഷത്ര ജ്വല്ലറി ഉണ്ട്, ഫാർമസി അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ ഈ ഒരു ഗ്രൗണ്ട് ഫ്ലോറിൽ എപ്പോഴും എന്നും നല്ല തിരക്കാണ് കേട്ടോ. ഇവിടെയാണ് ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്, അരി, മസാലപ്പൊടി അങ്ങനത്തെ കുറേ ഐറ്റംസൊക്കെ, ബേക്കറീസ് ഒക്കെ ഉള്ളത്. അപ്പോൾ നേരെ നമ്മൾ മീറ്റൊക്കെയുള്ള ആ ഒരു സെക്ഷനിലോട്ടാണ് പോകുന്നത്. അപ്പോൾ നമ്മൾ നേരെ ചെന്ന് ചിക്കൻ ഓർഡർ കൊടുത്തു. അവിടെ ചിക്കൻ കട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ഫിഷ് വാങ്ങിക്കാനായിട്ട് ആ ഒരു ഏരിയയിലോട്ട് നമുക്ക് അടുക്കാൻ പറ്റില്ല, അതുപോലെ തിരക്കായിരുന്നു. അപ്പോൾ ചിക്കൻ ഓർഡർ കൊടുത്തിട്ട് നമ്മളിങ്ങനെ കുട്ടി എല്ലായിടവും കണ്ണും വീഴ്ച ഇങ്ങനെ നോക്കിയിരിപ്പുണ്ട്. ഇത് അവിടെയാണ് ഫിഷിൻ്റെ ആ ഒരു ഇത്, നല്ല തിരക്കാണ് അവിടെ. ഇതാ ഇവിടെ കുക്കിംഗ് സ്ട്രിംസ്, അതായത് മീറ്റിൻ്റെയും ഫിഷിൻ്റെയും ചിക്കൻ്റെയൊക്കെ വെറൈറ്റീസൊക്കെ ഇതുപോലെ പാക്കറ്റ് ചിക്കൻ നഗറ്റ്സും അങ്ങനത്തെ കുറേ പാക്കറ്റുകളൊക്കെ ആക്കി പല വെറൈറ്റീസൊക്കെ വെച്ചിരിക്കുന്ന സെക്ഷനാണ് കേട്ടോ. അങ്ങോട്ട് ഒരുപാട് പല വെറൈറ്റീസ് ഉണ്ട്, ഒരുപാടുണ്ട്. അപ്പോൾ അങ്ങോട്ടേക്ക് അതാണ് അതിൻ്റെ ഒരു സെക്ഷനാണ്. പിന്നെ ദ്രോണക്കുട്ടനാണ് ട്രോളി കൈകാര്യം ചെയ്യുന്നത്. ഇവിടെ പിന്നെ ഒലിവ് ഓയിലൊക്കെ ഓഫറിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കിഷോറേട്ടൻ അതൊക്കെ എടുത്ത് നോക്കുന്നുണ്ട്, പക്ഷെ വാങ്ങിക്കുന്നില്ല. പിന്നെ ഞങ്ങൾ കുറച്ച് ചിക്കൻ നഗറ്റ്സും ദ്രോണയ്ക്ക് ഇഷ്ടമായതുകൊണ്ട് കുറച്ച് ചിക്കൻ ഫ്രാങ്ക് അതൊക്കെ വാങ്ങിച്ചു. പിന്നെ ദേത്രക്കുട്ടി കണ്ട് വായൊക്കെ പൊളിക്കുന്നുണ്ട്. പക്ഷേ ഈ ഒരു വെട്ടത്തിലൊക്കെ ആയതുകൊണ്ട് അവൾ ഇങ്ങനെ കണ്ണും വീഴ്ച നോക്കി നടപ്പുണ്ട്. ഇതൊക്കെ ചീസിൻ്റെ ഒരു സെക്ഷനാണ്. ഇവിടെ മിക്സഡ് പിക്കിൾസാണ് ഈ ഇരിക്കുന്നത്. മൊത്തം ഒരുപാടുണ്ട് കേട്ടോ. ക്യാരറ്റ് കുറേ ഉണ്ട്, മിക്സഡ് ആയിട്ടുള്ള പിക്കിൾസ്. പിന്നെ ഇവിടെ ഇങ്ങനെ മീറ്റ് ചിക്കനൊക്കെ ഇങ്ങനെ പാക്കറ്റുകളിലായിട്ട് ഇതുപോലെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കണ്ടോ. പിന്നെ കിഷോറേട്ടൻ എന്തോ ഫ്രഷ് നമ്മുടെ ചിക്കൻ്റെ ലിവർ വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ ഇനിയിപ്പോൾ അങ്ങോട്ട് മൊത്തം ഇനിയും നമ്മുടെ ബേക്കറി ഫുഡ് കോർട്ടൊക്കെയാണ്. ബേക്കറി ഐറ്റംസും ഫുഡ് കോർട്ടും ഒക്കെയാണ് ഇനി അങ്ങോട്ടേക്ക്. അപ്പോൾ എന്താണെങ്കിലും ദ്രോണക്കുട്ടന് സ്കൂളിൽ കൊണ്ടുപോകാനായിട്ട് കുറച്ച് ചിപ്സും സ്നാക്സും ഒക്കെ വാങ്ങിക്കണമായിരുന്നു. അപ്പോൾ ഈ ഒരു സെക്ഷൻ കണ്ടോ, ബേക്കറി കേക്ക്, ഡോണറ്റ്സ്, പേസ്ട്രിയുടെ ഒക്കെ ഒരു സെക്ഷനാണ് കേട്ടോ. ഇവിടെ വരുമ്പോഴത്തേക്കിന് ഞാൻ നന്നായിട്ട് മധുരം കഴിക്കുന്ന ആളായതുകൊണ്ട് ഇവിടെ വരുമ്പോഴത്തേന് കിഷോറേൻ്റെ ഫേസ് പെയ്യെ മങ്ങുന്നത് കാണാം. എന്തേലും വാങ്ങിക്കാതെ പോകത്തില്ല. ഇവിടെ ദാണ്ട് നമ്മുടെ പലഹാരങ്ങളൊക്കെ ഇരിപ്പുണ്ട് കേട്ടോ. ഈ ഒരു ടൈം ആയതുകൊണ്ട് അതിനോടൊന്നും കൂടുതൽ ഇൻട്രസ്റ്റ് ഒന്നും ഇല്ലായിരുന്നു. പിന്നെ നമുക്ക് വൈകിട്ട് കഴിക്കാനുള്ള ഫുഡ് കൂടി ഇവിടെ നിന്ന് വാങ്ങിച്ചു. അതിന് വേണ്ടിയിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യുവാണ് ഓർഡർ കൊടുത്തിട്ട്. പിന്നെ അങ്ങോട്ടേക്കൊക്കെ ഫുഡിൻ്റെ വെറൈറ്റീസ്, വേറെ പല ഫുഡ് ഐറ്റംസും കാര്യങ്ങളും ഒക്കെ ഉണ്ട് അങ്ങോട്ടൊന്നും പോകുന്നില്ല. പിന്നെ ദ്രോണക്കുട്ടന് സ്കൂളിൽ കൊണ്ടുപോകാനായിട്ട് കുറച്ച് കുക്കീസും കാര്യങ്ങളൊക്കെ വാങ്ങിക്കണമായിരുന്നു. ഇവിടെ കുറച്ച് കേക്കിൻ്റെ കേക്കും പിന്നെ കുറേ ചിപ്സും ഒക്കെയുള്ള ആ ഒരു സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് കണ്ടോ, കേക്കൊക്കെ കണ്ടോ. ഇനി അപ്പോൾ നമ്മളിനിയും അധികം ഒന്നും വേറെ വാങ്ങിക്കുന്നില്ല. ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഒക്കെ നമുക്ക് വാങ്ങിക്കാനൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അതൊക്കെ ഈ കുഞ്ഞിനെ കൊണ്ട് വന്നുകൊണ്ട് ഇങ്ങനെ എടുത്തുകൊണ്ടൊക്കെ ഇരിക്കേണ്ടതുകൊണ്ട് പറ്റത്തില്ല. കിഷോറേട്ടൻ തന്നെ വരുമ്പോഴേ അതൊക്കെ വാങ്ങിയിട്ട് നടക്കത്തുള്ളൂ. അതുമല്ല, നമ്മൾ സാധാരണ നേരത്തെയൊക്കെ ഈ ഒരു മോളിൽ വരുമ്പോൾ ഒരു സമയമാവും തിരിച്ചു പോകുമ്പോൾ. അങ്ങനെയായിരുന്നു. ഇപ്പോൾ നമ്മൾ വന്നു ഇത്രയും നേരത്തെ എല്ലാ കാര്യവും പെട്ടെന്ന് വാങ്ങിച്ച് തിരിച്ചു പോകുന്ന ആദ്യമായിട്ടാണ് കേട്ടോ. അപ്പോൾ ദ്രോണക്കുട്ടൻ ഇന്ന് വലിയ പ്രശ്നമൊന്നും ഉണ്ടാക്കിയില്ല. അവനെന്തോ ജെംസ് ആ ഒരു സംഭവം മാത്രമേ വാങ്ങിച്ചുള്ളൂ. ഇപ്പോഴും നല്ല തിരക്കാണ് കേട്ടോ. ആൾക്കാരിങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും നല്ല എന്നും നല്ല തിരക്കാണ്. ഏത് സമയത്ത് വന്നാലും ഇവിടെ ഈ ഒരു നെസ്റ്റോയിൽ നല്ല തിരക്കാണ് കേട്ടോ. അപ്പോൾ അവിടെ നമ്മുടെ നക്ഷത്ര ജ്വല്ലറി കാണാം. പിന്നെ ഇവിടെ നമ്മുടെ ഭീമ ജ്വല്ലറി ഉണ്ട് കണ്ടോ. അങ്ങനെ നമ്മുടെ ഈ ഒരു ചെറിയ ഷോപ്പിംഗ് കഴിഞ്ഞ് നമ്മൾ പുറത്തേക്ക് പോവാണ്, നമ്മൾ വീട്ടിലേക്ക് പോവാണ്. അപ്പോൾ ഇത് പ്രതീക്ഷിക്കാതെ എടുത്തൊരു വ്ളോഗാണ് കേട്ടോ. അപ്പോൾ ദേത്രക്കുട്ടി ഉറങ്ങി എണീറ്റപ്പം ഇതുപോലെ കിഷോറേട്ടൻ നെസ്റ്റോയിൽ പോകാമെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങളുടെ കൂടെ ഇറങ്ങിയതാണ്.
പുറത്തിറങ്ങി കഴിയുമ്പോൾ ഈ നെസ്റ്റോയുടെ ഓപ്പോസിറ്റ് നമ്മുടെ കല്യാണമുണ്ട്. കണ്ടോ, നല്ല രസമുണ്ടല്ലേ ഈ ഒരു സമയത്ത് ഇങ്ങനെ നടക്കാൻ. നമ്മൾ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്യുന്ന ഒരു ഇതാണ് കേട്ടോ. നമ്മുടെ തൊട്ടടുത്ത് തന്നെയാണ് ഈ ഒരു നെസ്റ്റോ. നമ്മുടെ ബിൽഡിംഗ് ആണ്, ദാണ്ട് ആ കാണുന്നതാണ് നമ്മുടെ ബിൽഡിങ്. ആ 2 ബിൽഡിങ്ങിൻ്റെ സെൻറ്ററിൽ കാണുന്നത്. അപ്പോൾ തൊട്ടടുത്ത് തന്നെയാണ് നമ്മുടെ നെസ്റ്റോ. രാത്രിയുടെ ഭംഗിയിൽ നമ്മുടെ ഈ നെസ്റ്റോ കണ്ടോ, ലൈറ്റൊക്കെ ഇട്ട് സൂപ്പറായിട്ടുണ്ട്. ദേത്രക്കുട്ടിയാണ് ആ ഒരു കണ്ണ് മിഴിച്ചിങ്ങനെ നോട്ടം അതുപോലെ തന്നെ നോക്കിയിരിക്കുകയാണ്. ഉറക്കം വന്നാൽ ഈ ഒരു ഈ പല കാഴ്ചകളല്ലേ ആ ഒരു കണ്ണിൽ എത്രമാത്രം കാണാൻ പറ്റുമെന്ന്, എങ്ങനെ എത്രമാത്രം ഉണ്ടെന്നൊന്നും എനിക്കറിയത്തില്ല. പക്ഷേ ആ ഒരു നോട്ടം അങ്ങനെ ഈ ഒരു കണ്ണ് മിഴിച്ചിങ്ങനെ അത്ഭുതത്തോട് ഇങ്ങനെ നോക്കിയിരിപ്പുണ്ട്. ആ കാണുന്നത് നൈറ്റ് ടു നൈറ്റ് ആണ്. പിന്നെ നേരെ നമ്മൾ റൂമിലേക്ക്. അപ്പോൾ നമ്മുടെ ഈ ഒരു കുഞ്ഞു വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ ഒരു വിൻഡോ വ്യൂ ആണിത് കേട്ടോ. നല്ല ഭംഗിയാണ് രാത്രിയിൽ കേട്ടോ. പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു കണ്ണിന് ഒരു കളർഫുൾ വ്യൂ ആണ് കേട്ടോ. അപ്പോൾ ആദ്യമായിട്ട് കാണുന്ന എല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ല്. താങ്ക് യു.